ഞാൻ ഹയർ സെക്കൻഡറി ടീച്ചറാണ്. ചമ്മങ്കട സ്കൂളിലാണ് വർക്ക് ചെയ്യണത്. പിന്നെ എന്താ പറയുക, ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ മോൻ വഴി തന്നെയാണ് കേട്ടോ. റബീബിനെ ഞാൻ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യണത് തന്നെ. ബിക്കോസ് മോനിവിടെ ഇംഗ്ലീഷ് ഹബിൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ പോവുമായിരുന്നു മഞ്ചേരി. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് റബീബിനെ കണ്ടതും അവിടെ വെച്ച് ഇങ്ങനെ അവൻ്റെ പ്രോബ്ലം റബീബിനോട് പറഞ്ഞതും. റബീബ് ഇങ്ങനെ ഒരു മൈൻഡ് ഹീലിംഗ് കോച്ചാണ്, ഇങ്ങനെ കോച്ചിങ് കൊടുക്കാറുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞതും. ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞു ഞാനത് വേണോ വേണ്ടയോ എന്നാണ്. ബിക്കോസ് ഇതിന് മുന്നേ ഞാനൊരു ഒരാളുടെ അണ്ടറിൽ അവനെ കൊടുത്തിരുന്നു. ഒരു 7 തെറാപ്പീസ് കൊടുത്തിട്ടും അവന് വലിയ മെച്ചമായില്ല. അത് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ. എന്തൊക്കെയോ കുറേ തെറാപ്പീസാണ് അതിൽ ചെയ്തിരുന്നത്, ഒരു ടോക്ക് മാത്രമല്ല. ബട്ട് റബീബയുടെ ഒരു ക്ലാസ് തുടങ്ങിയ സമയത്ത് ഇതെങ്ങനെയാവും എന്നുള്ള ആദ്യം എനിക്കൊരു സംശയങ്ങൾ ഉണ്ടെങ്കിലും റബീബ, ഞാൻ പറയില്ലേ, റബീബ എന്നൊരു മൈൻഡ് കോച്ച് എന്ന് പറയുമ്പോൾ ഒരു വേറെ ലെവൽ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതിന് എടുത്ത് പറയുന്നത് പേഷ്യൻസ്. ശരിക്കും ഇങ്ങനെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കണമെങ്കിൽ ഷീ നീഡ്, ഐ മീൻ ഹി ഓർ ഷീ, അത് നല്ല പേഷ്യൻസിൻ്റെ ആവശ്യമുണ്ട് അവിടെ. ആൻഡ് ഡൗൺ ടു എർത്ത് ആണ് സത്യം പറയട്ടെ. ഇങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഇങ്ങനെ ഒരു ഇതിൽ മുന്നോട്ട് പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് നമുക്കറിയാം, നമ്മൾ കുട്ടികളെ മാത്രമല്ല ഈവൻ പാരൻറ്റൽ കോച്ചിങ് കൂടി നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ടിലും സക്സസ്ഫുൾ ആവാൻ റബീബയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ 100% 100% ഞാൻ പറയുകയാണ്. ബിക്കോസ് അത് എൻ്റെ മോനിലെ അത് വളരെയേറെ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തൊക്കെ എവിടെയൊക്കെ വേണം എന്നുള്ള റബീബയ്ക്ക് നല്ല പോലെ റബീബ അവൻ്റെ കാര്യങ്ങൾ കേൾക്കാനുള്ള ക്ഷമ കാണിച്ചതും അവൻ്റെ എവിടെയാണ് അവൻ്റെ ആ ഒരു പ്രശ്നം കിടക്കുന്നത് മനസ്സിലാക്കിയിട്ട് എന്താ പറയുക, കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്തോ എന്തുണ്ടെങ്കിലും എത്ര ബിസി ആണെങ്കിലും അവൻ്റെ ഫോൺ എടുക്കാതെ ഇരുന്നിട്ടില്ല. ഇവൻ എൻ്റെ കൂടെയും 2 സെഷൻസ് എടുത്തു. ഒരു നല്ലൊരു മെൻറ്റർ ആവാനുള്ള ഒരു എന്താ പറയുക, ഒരു വഴികാട്ടിയും കൂടെ എന്ന് പറയാം. ശരിക്കും ഞാൻ ലീഡ് ചെയ്തു എന്നാണ് പറയുന്നതിലേക്ക്. സോ ഓൺ ഓൾ എന്ന് പറയുന്നത് ഷീസ് എ വെരി ഗുഡ് മൈൻഡ് കോച്ചർ എന്നാണ് പറയുക. നല്ലൊരു എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുക എന്നല്ല, ശരിക്കും അവരനുഭവിച്ചിട്ടും അവരിൽ വന്ന മാറ്റങ്ങളാണ് അവർ മറ്റുള്ളവരിൽ കൊണ്ടുവരാൻ സാധിച്ചത്, മുന്നോട്ട് കൊണ്ടുപോകുന്നതും. സോ നമ്മൾ അറിയാമല്ലോ, നമുക്കുണ്ടാവുമ്പോഴല്ലേ നമ്മളത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത്. അതിനൊക്കെ റബീബ നോ വേർഡ്സ് എന്ന് പറയാം, ഷോർട്ട് ഓഫ് വേർഡ്സ് എന്ന് പറയാം. എന്താ പറയുക, ഒരു എന്താ പറയുക, ഒരു ബ്രില്യൻ്റ് എന്ന് തന്നെ പറയാം. അത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും പറഞ്ഞാൽ മനസ്സ് തുറക്കാൻ പറ്റുന്നൊരു വ്യക്തി ആയിട്ട് കാണുന്നതാണ് റബീബേനെ. റബീബയ്ക്ക് എന്താ പറയുക, ലോട്ട് ഓഫ് താങ്ക്സ് ടു ഹർ. ഓക്കെ, ഇനിയും സത്യം പറയാം മുന്നോട്ട് പോട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം നല്ലത് വരട്ടെ എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.